ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന സ്ഥലം പാലക്കാട് ജില്ലയിലെ ഇലവഞ്ചേരി പഞ്ചായത്തിനടുത്തുള്ള ചേരാപുരം ശിവക്ഷേത്രത്തിന് പുറകുവശത്തുള്ള ഒരു പ്രദേശമാണ്. കാണുന്നത് തെന്മലയുടെ ഒരു ഭാഗമായ ഒരു വലിയ മലയാണ്. വളരെ പ്രകൃതിസുന്ദരമായ ഒരു സ്ഥലം തന്നെയാണിത്. നല്ല പച്ചപ്പുള്ള പ്രദേശം. ഇപ്പോൾ അത്യാവശ്യം നല്ല വെയിലുണ്ട്. ഞാനിത് ഈ വീഡിയോ ഷൂട്ട് ചെയ്തത് ഏകദേശം ഒരു 11 മണി, രാവിലെ 11 മണി സമയത്താണ്. അതുകൊണ്ട് നല്ല ക്ലാരിറ്റി, നല്ല വ്യക്തത തന്നെയുണ്ട്. കാണാൻ തന്നെ എന്ത് മനോഹരമായ പ്രദേശം അല്ലേ. ഇവിടെ സഞ്ചാരികൾ അത്രയൊന്നും വരാറില്ല പൊതുവെ. ഇവിടുത്തെ നാട്ടുകാർ വല്ലപ്പോഴും വരും. പിന്നെ പാടത്തെ കൃഷിക്കാർ മാത്രം തന്നെ അധികം ഇവിടേക്ക് വരാറുള്ളൂ. വളരെ പ്രകൃതിസുന്ദരവും സുന്ദരമായ ശാന്തമായ ഒരു സ്ഥലം തന്നെയാണിത്. ഇപ്പോൾ ഇതിന് ദിവസം പാടങ്ങളാണ് ഉള്ളത്. പക്ഷേ കുറച്ച് വർഷം കഴിയുമ്പോൾ ഇതൊന്നും വരെ ഈ പാടങ്ങളൊന്നും ഉണ്ടാവുമെന്നും തോന്നുന്നില്ല. വീടുകൾ വെച്ച് ഓരോ പാടങ്ങളും നികത്തി മിക്കവാറും വന്നേക്കാം. ഇതിലൂടെ ചുമ്മാ ഒരു നടക്കാൻ തന്നെ വളരെ മനോഹരമാണ്. ഇതൊക്കെ ഒരു ടൂറിസം സാധ്യതയുടെ ഒരു പ്രദേശമുള്ള സ്ഥലമാണ്. ട്രക്കിങ്ങിനും മറ്റും ഗംഭീരമായി ഉപയോഗപ്പെടുത്താൻ മനോഹരമായ ഫാം ടൂറിസവും ട്രക്കിംഗ് ടൂറിസവും എല്ലാം ഇതിൽ കൂടി സംയോജിപ്പിച്ച് ഒരു ബൃഹത് പദ്ധതി തന്നെ തയ്യാറാക്കിയാൽ പാലക്കാട് ജില്ലയ്ക്കും കേരളത്തിനും തന്നെ ഒരു അഭിമാനകരമാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ ആഗ്രഹിക്കുന്നു, ഈ നാട്ടുകാരും അതുപോലെ ആഗ്രഹിക്കുന്നുണ്ടാവും. പക്ഷെ എന്തൊക്കെയായാലും ടൂറിസം വളർന്ന നാടിന് ചില ദോഷങ്ങളും ഉണ്ട്. എങ്കിലും അതിന് ദോഷങ്ങളെല്ലാം കുറച്ചു കൊണ്ടുപോകാനുള്ള പോംവഴികൾ തേടുകയും ചെയ്യണം. അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് വർഷം മുന്നേ, ഒരു 10 വർഷം മുന്നേ ആ കാണുന്ന മലയുടെ മുകളിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഒരു ഞങ്ങള് ഫ്രണ്ട്സുമായിട്ട് ഒരു ട്രക്കിംഗ്. ഇവിടെ മരങ്ങളും വളരെ കുറച്ച് തന്നെ കാണാനുള്ളൂ. കുറേ മരങ്ങൾ വെച്ചതെല്ലാം നാട്ടുകാർ വെട്ടി നശിപ്പിച്ചിട്ടുണ്ടാകും. പക്ഷേ ഈ സ്ഥലത്തിന് ഇതായിരിക്കും ചിലപ്പോൾ അനുയോജ്യമെന്ന് ഞാൻ വിചാരിക്കുന്നു. ആ കാണുന്ന മലയുടെ മുകളിലേക്കാണ് ഞാൻ പോയത്. അത് പുറകുവശത്തോടെയാണ് കയറിയത്. പുറകുവശത്തോടെ അത്യാവശ്യം നല്ല ദൂരം തന്നെയുണ്ട്. ഈ സ്ഥലം എത്ര നോക്കി നിന്നാലും മതിയാവാത്തൊരു ഫലം തന്നെയാണ്. എത്ര പിക്ചർ എടുത്താലും എത്ര ഫോട്ടോ എടുത്താലും തന്നെ എനിക്കൊരു മതിയാവില്ല. ഞാൻ തന്നെ ഈ സ്ഥലം പലതവണ തന്നെ കാണാൻ പോയിട്ടുണ്ട്. വേനൽക്കാലത്തും മഴക്കാലത്തും മഞ്ഞുകാലത്തും പലതവണയായി. എനിക്കെന്തോ ഒരു ഇഷ്ടമാണ് ഇതുപോലുള്ള പ്രദേശങ്ങൾ കാണുക, ഫോട്ടോ എടുക്കാനും. അത് സ്റ്റാറ്റസ് ഇടാൻ വേണ്ടി മാത്രമല്ല, അതൊരു നമുക്കൊരു വികാരം തന്നെയാണ്. ഇതുപോലെ പ്രദേശം നമ്മുടെ അടുത്തൊന്നും ഇല്ല. ഈ സ്ഥലത്തിന്റെ വിജയം കാണാൻ മെയിൻ ആളുകൾ വരുന്നത് ഈ മലയുടെ പശ്ചാത്തലം. അതാണ് ഈ സ്ഥലത്തിന് ഭംഗി കൂടാൻ കാരണം. കൊല്ലംകോടൊക്കെ വളർന്നത് ആ ഒറ്റക്കെട്ടത്തിലാണ്. ആ മലയുടെ പശ്ചാത്തലം, ആ മലയുടെ ആ ഒരു ഭംഗി. അതുകൊണ്ടാണ് ആളുകൾ ഇടവേളകളില്ലാതെ തന്നെ ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. ഒരു ദിവസം ഒരു ഹോളിഡേ ഉണ്ടെങ്കിൽ ഒരു 500 കാറെങ്കിലും അവിടെ വരാറുണ്ട്. 500 വാഹനമെങ്കിലും, ബൈക്കും കാറും കൂടി ഏകദേശം 500 വാഹനമെങ്കിലും അവിടെ വരാറുണ്ട്. അപ്പോൾ ആ സ്ഥലത്തിന്റെ മാറ്റം തന്നെ ഒന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ടൂറിസം വകുപ്പ് ഒന്നുകൂടെ കുറച്ച് മുൻകൂട്ടി കാണുകയാണെങ്കിൽ, നല്ല തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ, ഇതിനെ ഒന്നുകൂടെ ഈ വഴിയോരക്കൊന്ന് സൗന്ദര്യവൽക്കരിച്ച് വലിയ മോഡിഫിക്കേഷൻ ഇല്ലെങ്കിലും കുറച്ച് ഗാർഡൻസ് ഏരിയകളും എന്തെങ്കിലും ഒരു ഇരിപ്പിടങ്ങളൊക്കെ വെച്ച് ഒന്ന് കൂടെ മനോഹരമാക്കാമായിരുന്നു. പറ്റുകയാണെങ്കിൽ മുകളിലേക്ക് ഒരു ട്രക്കിങ്ങിനുള്ള സൗകര്യം അനുമതി കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ സഞ്ചാരികൾ എത്തുകയും ഈ സ്ഥലം കൂടുതൽ ഫേമസ് ആവുകയും നാട് തന്നെ ഗുണമുണ്ടാവുകയും ചെയ്യും. അത് തീർച്ചയാണ്. ഇതിന് ഇനി വൈകിക്കൂടാ. ഇതൊക്കെ ഒരു മഞ്ഞുമലയുടെ ചെറിയൊരു
അറ്റം മാത്രമാണ്. നമ്മുടെ മുന്നിൽ ഒരു ഹിമാലയമാണ് കിടക്കുന്നത്. ഇനിയെങ്കിലും അതിൻ്റെ സാധ്യതകൾ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. DTPCയും കേരള ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റും ഇതൊക്കെ തന്നെ കൂടുതൽ മനോഹരമാക്കുകയാണെങ്കിൽ സൗകര്യമായിരിക്കും. താങ്ക് യു.